എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റെന്താണ് എന്തോന്ന് പാൻറ്റ് കീറിയ പാൻറ്റെന്നോ എന്തോ എനിക്ക് എൻ്റെ പേര് അറിഞ്ഞുകൂടാ, ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്സ് ഇട്ടു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് 10-16 വയസ്സായി. ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണിമ ഇട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പോൾ ഇന്ദ്രന് എതിർപ്പില്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പിന്നെ ഞാനെന്തോ പറയാനാ? അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാ? പൂർണ്ണിമയുടെ പ്രധാന ജോലി ബൊട്ടീക്കാണ് അല്ലേ? പൂർണ്ണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിൽ ഉടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ. പുറത്തേക്ക് പൂർണ്ണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ലണ്ടൻ, എന്താ പറയുക, ഗൾഫിൽ, അമേരിക്കയിൽ. അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ തന്നെ പൂർണ്ണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. കുട്ടിയല്ലേ, ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടതിരിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു, അവിടെ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ്, എന്താ ഇങ്ങനെ കയ്യില്ലാത്ത, ഇതിങ്ങനെ ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളിലെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷവിധാനമൊക്കെ. അപ്പോൾ അവിടുന്ന് കുറേ ഡ്രസ്സ് വാങ്ങിക്കും, ഇടും, അത് വരും. അപ്പോൾ അത് അവിടെ ഇട്ടു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ സാരി ഇടുന്നതുകൊണ്ട് പ്രാർത്ഥനയുടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അമ്പലത്തിലുമൊക്കെ പൂജകൾക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ പറയും, ശ്രദ്ധിക്കണം മോളെ, ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ. എൻ്റെ പ്രായമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല, എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. ഇപ്പം ഞാൻ നാളെ ഇവിടെ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കാതിരിക്കട്ടെ, അല്ല ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് പൈജാമ പോലെ തയ്ച്ച്, ശരിയാണ്. പക്ഷേ അപ്പോൾ പറയുന്നത് അയ്യോ ഇവരെന്തിങ്ങനെ, ഇവർക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച വരെ ഇത് പറയും. എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലൂസ് പൈജാമയും ഷർട്ടും ഇട്ട് നടക്കുന്നത് ആരെങ്കിലും അന്വേഷിക്കുമോ? ഇല്ല. അപ്പം ഞാനങ്ങനെ നടക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ജനിച്ച കാലം തൊട്ട് കാണുന്നത്, ഞാൻ വിദേശത്തൊന്നും പഠിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അങ്ങനെ ഒരു കുട്ടി ചെയ്തു, അതിന് അതിൻ്റെ അച്ഛനെന്ത് വേണം, അമ്മ എന്ത് വേണം, അത് അവർ നോക്കട്ടെ. എന്തെങ്കിലും കുറച്ച് അയ്യോ വേണ്ട മോളെ എന്നുണ്ടെങ്കിൽ അത് പറയും, അവർ പറയും. ഓരോ സ്ഥലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ വരുന്നവരുടെ എന്ത് സദസ്സാണ്, എങ്ങനെയുള്ള സദസ്സാണ്, എന്ത് പരിപാടിയാണ് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എല്ലാവരും കുട്ടികളൊക്കെ പലരും ഡ്രസ്സ് ചെയ്യൽ. ഇപ്പം ഞങ്ങളുടെ തലമുറ എന്ന് പറഞ്ഞാൽ അതല്ല. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഹാഫ് സാരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹാഫ് സാരി, കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, തിരുവനന്തപുരത്ത്. പച്ചപ്പാവാട, വെള്ള ബ്ലൗസ്, വെള്ള ഹാഫ് സാരി. ഈ ഹാഫ് സാരി ഇപ്പോൾ കാണാറുണ്ടോ? എന്താ ആരും അന്വേഷിക്കാത്ത ഹാഫ് സാരി ഇവിടെ പോയത്? തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ അതിന് പകരമാണ് ഇപ്പോൾ ഈ ചുരിദാർ വന്നിരിക്കുന്നത്. പക്ഷേ അത് കുറേ കൂടെ നല്ല ഡ്രസ്സാണ്, ഫുള്ളി കവേർഡാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ചുരിദാറൊന്നുമില്ല. ഞങ്ങൾ ഹാഫ് സാരി എടുത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പോയി, പിന്നെ അത് കഴിഞ്ഞാൽ സാരി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടുള്ള ഡ്രസ്സുകളില്ല. അന്നും ചില വിദേശത്തു നിന്നൊക്കെ വരുന്ന പിള്ളേർ ചില പാൻറ്റും, പക്ഷേ അപ്പോഴും ഇതുപോലത്തെ ടോപ്പുകളൊന്നും അല്ല, ഈ കീറിയ പാൻറ്റൊന്നും ഇല്ല. അതൊക്കെ ഇപ്പോഴാണ്. അപ്പോൾ ഓരോ കാലങ്ങളുടെ മാറ്റം അനുസരിച്ച് ഫാഷൻ മാറുമ്പോൾ ചിലർക്ക് ഒരു ആകർഷണീയത തോന്നും. അത് ഇപ്പോൾ 17 വയസ്സായ കുട്ടിക്ക് തോന്നാൻ പാടില്ല, 47 വയസ്സായ തടിച്ചുകൾക്കിടാം എന്ന് അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ ആദ്യം നിങ്ങൾ അവരെയൊക്കെ വിമർശിക്കുക, പിള്ളേരെ വിട്.